الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു ബ്രഹ്മാണ്ഡപാലകനായ അവൻ നിത്യജീവത്തായ അസ്തിത്വമാകുന്നു. അവനല്ലാതെ ദൈവമില്ല. അവനെ മയക്കമോ നിദ്രയോ ബാധിക്കുന്നില്ല. വാനഭുവനങ്ങളിലുള്ളതെല്ലാം അവന്റേതാകുന്നു. അവന്റെ സന്നിധിയിൽ അനുമതി കൂടാതെ ശുപാർശ ചെയ്യാൻ കഴിയുന്നവനാര്? അടിമകളുടെ മുമ്പിലും പിമ്പിലുമുള്ളതൊക്കെയും അവൻ അറിയുന്നു. അവർക്ക് അദൃശ്യമായതും അവൻ അറിയുന്നു. അവന്റെ ജ്ഞാനത്തിൽ നിന്ന് ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ അവർക്കാവില്ല. അവരെ അറിയിക്കണമെന്ന് അവൻ സ്വയം ഉദ്ദേശിച്ചത് മാത്രമേ അവർ അറിയുന്നുള്ളൂ. അവന്റെ ആധിപത്യം വാനലോകങ്ങളിലും ഭൂമിയിലും വ്യാപിച്ചിരിക്കുന്നു. അവയുടെ സംരക്ഷണം അവനെ ഒട്ടും ക്ഷീണിപ്പിക്കുന്നതല്ല. അവൻ അത്യുന്നതനും അതിഗംഭീരനും തന്നെ. അതായത് വിഡ്ഢികൾ എത്ര തന്നെ ദൈവങ്ങളെയും ആരാധ്യന്മാരെയും കൽപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ദൈവം ഏകൻ മാത്രമാണ്. അന്യരുടെ ഔദാര്യത്തിന്മേലല്ലാതെ സ്വന്തം ശക്തിയിൽ ജീവിച്ചിരിക്കുന്നവനും അജയ്യവും നിസ്സീമവുമായ ശക്തിയാൽ പ്രപഞ്ചവ്യവസ്ഥ സുസ്ഥാപിതമായി നടത്തുന്നവനുമായ അനശ്വര അസ്തിത്വമാണ് ദിവ്യത്വത്തിന്റെ ഏക ഉടമ. പ്രപഞ്ചമാകുന്ന സാമ്രാജ്യത്തിലെ മുഴുവൻ അധികാരങ്ങളും അവന് മാത്രമാണ്. അവന്റെ ഗുണങ്ങളിലോ അധികാരാവകാശങ്ങളിലോ മറ്റാർക്കും പങ്കില്ല. അതിനാൽ അവനെ വിട്ടുകൊണ്ടോ അവനോട് പങ്കു ചേർത്തുകൊണ്ടോ ആകാശഭൂമികളിൽ എവിടെയെങ്കിലും വല്ല ദൈവത്തെയും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം വ്യാജനിർമ്മിതിയാണ്, സത്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ്. ലോകനിയന്താവായ ദൈവത്തിന്റെ അസ്തിത്വത്തെ അപൂർണ അസ്തിത്വങ്ങളോട് സാമ്യപ്പെടുത്തുന്നവരുണ്ട്. സ്വന്തം ബലഹീനതകൾ അവർ ദൈവത്തിന്റെ മേൽ ആരോപിക്കുന്നു. ഇത്തരം സങ്കല്പങ്ങളെ അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല എന്ന വാക്യത്തിലൂടെ അള്ളാഹു നിഷേധിച്ചിരിക്കുകയാണ്. ദൈവം 6 ദിവസങ്ങളിൽ ആകാശഭൂമികൾ സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്ന ബൈബിൾ പ്രസ്താവന ഇത്തരം സങ്കല്പങ്ങൾക്കുദാഹരണമാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അവൻ ആകാശഭൂമികളുടെയും അവയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും ഉടമസ്ഥനാകുന്നു. അവന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഭരണത്തിലോ ആർക്കും ഒരു പങ്കുമില്ല. അവന് പുറമെ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിഭാവനം ചെയ്യുന്ന ഏതൊരസ്തിത്വവും ഇതിലെ ഒരു ഘടകം മാത്രമായിരിക്കും. പ്രപഞ്ചത്തിന്റെ ഒരു ഘടകം ദൈവത്തിന്റെ പങ്കാളിയോ തുല്യനോ അല്ല. അവന്റെ സൃഷ്ടിയും അടിമയും മാത്രമാണ്. ഈ സൂക്തത്തിൽ ശുപാർശയെ നിഷേധിക്കുന്നതിന്റെ താൽപര്യം ഇതാണ്. പുണ്യവാന്മാരും മഹാത്മാക്കളുമായ മനുഷ്യർക്കും മലക്കുകൾക്കും ദൈവത്തിങ്കൽ വലിയ സ്വാധീനശക്തിയുണ്ടെന്നും ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്തും സമ്മതിപ്പിക്കാനും ചെയ്യിക്കാനും അവർക്ക് കഴിയുമെന്നും മുശ്രിക്കുകൾ വിശ്വസിച്ചു പോന്നിരുന്നു. മുശ്രിക്കുകളുടെ ഈ ധാരണ തികച്ചും അടിസ്ഥാനരഹിതമാകുന്നു. സ്വാധീനം ചെലുത്തുന്നത് പോകട്ടെ, ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനോ സർവോന്നതനായ മലക്കോ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ അനുവാദം കൂടാതെ വാ തുറക്കാൻ ധൈര്യപ്പെടുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. തുടർന്ന് സൃഷ്ടിയുടെ അറിവിന്റെ പരിമിതി വെളിപ്പെടുത്തിക്കൊണ്ട് ഷിർക്കിന്റെ അടിത്തറയ്ക്ക് മറ്റൊരു പ്രഹരമേൽപ്പിക്കുന്നു. പ്രപഞ്ചവ്യവസ്ഥയും അതിന്റെ ഉദ്ദേശ്യ താൽപര്യങ്ങളും ശരിക്ക് ഗ്രഹിക്കാൻ മാത്രമുള്ള അറിവ് പോലും ആരുടെയും പക്കലില്ല എന്നിരിക്കെ അള്ളാഹുവിന്റെ കാര്യത്തിൽ കൈകടത്താൻ മറ്റുള്ളവർക്ക് ഒരിക്കലും കഴിയില്ല. മനുഷ്യനോ ജിന്നോ മലക്കോ മറ്റേതെങ്കിലും സൃഷ്ടിയോ ആരായാലും സർവരുടെയും അറിവ് അപൂർണവും പരിമിതവുമാണ്. പ്രപഞ്ചത്തിലെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളും ആർക്കും കാണാനാവില്ല. എന്നിരിക്കെ ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ദൈവേതരന്മാരുടെ കൈകടത്തലും ശിപാർശയും നടക്കുന്ന പക്ഷം പ്രാപഞ്ചിക വ്യവസ്ഥ അപ്പടി താറുമാറായിപ്പോകും. പ്രപഞ്ചവ്യവസ്ഥയുടെ കാര്യമിരിക്കട്ടെ, സ്വന്തം നന്മകൾ പോലും ശരിക്കു ഗ്രഹിക്കാൻ മനുഷ്യന് കഴിവില്ല. അവന്റെ എല്ലാ നന്മകളും ലോകനിയന്താവിനെ പൂർണ്ണമായി അറിയുകയുള്ളൂ.
അതിനാൽ അറിവിന്റെ സാക്ഷാൽ ഉറവിടമായ ദൈവത്തിന്റെ മാർഗദർശനത്തിൽ വിശ്വാസമർപ്പിക്കുകയല്ലാതെ മനുഷ്യന് ഗത്യന്തരമില്ല. അള്ളാഹുവിന്റെ ആധിപത്യത്തിന് കുർസിയ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭരണത്തിനും ആധിപത്യത്തിനും സാധാരണ ഉപയോഗിക്കാറുള്ള ആലങ്കാരിക പദമാണിത്. ഈ സൂക്തം ആയത്തുൽ കുർസിയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ അള്ളാഹുവെക്കുറിച്ച് സംക്ഷിപ്തമെങ്കിലും സമഗ്രമായ വിവരണമുണ്ട്. ഇതേ അടിസ്ഥാനത്തിലാണ് ഇതിനെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യമെന്ന് പ്രവാചക വചനം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ലോകനിയന്താവായ അള്ളാഹുവിന്റെ സത്തയെയും ഗുണങ്ങളെയും കുറിച്ച് പറഞ്ഞതിന്റെ ഔചിത്യം എന്താണ്? അത് ഗ്രഹിക്കാൻ ഇതിനു മുമ്പ് വന്ന വചന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി കണ്ണോടിച്ചാൽ മതി. ആദ്യമായി സത്യദീനിനെ സ്ഥാപിക്കാനുള്ള മാർഗത്തിൽ ജീവൻ കൊണ്ടും ധനം കൊണ്ടും സമരം നടത്താൻ മുസ്ലിങ്ങൾക്ക് ആഹ്വാനം നൽകി. ഇസ്രായേല്യർ അകപ്പെട്ടു പോയ ദൗർബല്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മുന്നറിയിപ്പ് നൽകി. അനന്തരം വിജയത്തിന്റെ നിദാനം സംഖ്യാബലമോ ഉപകരണ സാമഗ്രികളുടെ ആധിക്യമോ അല്ല, സത്യവിശ്വാസവും സഹനശീലവും സ്ഥിരചിത്തതയുമാണെന്ന് പഠിപ്പിച്ചു. പിന്നീട് യുദ്ധത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള യുക്തി എന്തെന്ന് സൂചിപ്പിച്ചു. അതായത് ലോകവ്യവസ്ഥ നിലനിൽക്കേണ്ടതിനായി അവൻ എപ്പോഴും ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിക്കുന്നു. നേരെ മറിച്ച് അധികാരത്തിന്റെ കുത്തക ഒരേ വിഭാഗത്തിന് ശാശ്വതമായി ലഭിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ജീവിതം ദുഷ്കരമായി തീരും. അതിനുശേഷം അജ്ഞാനികളായ ജനങ്ങളുടെ ഹൃദയത്തിൽ മിക്കപ്പോഴും പൊങ്ങിവരാറുള്ള ഒരു സംശയം ദൂരീകരിച്ചു. അള്ളാഹു തന്റെ പ്രവാചകന്മാരെ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കാനും വഴക്കുകൾക്ക് അറുതി വരുത്താനുമാണല്ലോ അയച്ചിരുന്നത്. എന്നാൽ അവരുടെ ആഗമനത്തിന് ശേഷവും കുഴപ്പങ്ങളും ഭിന്നിപ്പുകളും നിലനിന്നു പോരുന്നു. അതിന്റെ അർത്ഥം അവ ദൂരീകരിക്കാൻ അള്ളാഹു ആഗ്രഹിച്ചിട്ടും സാധ്യമായില്ലെന്നോ അവൻ അത്രയ്ക്ക് നിസ്സഹായനായിരുന്നുവെന്നോ അല്ല. മറിച്ച് ഭിന്നിപ്പുകൾ ബലം പ്രയോഗിച്ച് തടയുകയോ മനുഷ്യവംശത്തെ ഒരു പ്രത്യേക മാർഗത്തിലൂടെ നിർബന്ധപൂർവം നടത്തുകയോ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശ്യമേ അല്ല. അങ്ങനെ അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെതിരിൽ ചലിക്കാൻ മനുഷ്യന് തീരെ സാധ്യമാകുമായിരുന്നില്ല. പിന്നീട് പ്രഭാഷണത്തിന്റെ സാക്ഷാൽ വിഷയത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഇങ്ങനെ അരുൾ ചെയ്തു: മനുഷ്യന്റെ ആദർശ സിദ്ധാന്തങ്ങളും മതപദ്ധതികളും എത്ര തന്നെ വിഭിന്നങ്ങളാണെങ്കിലും ഈ വിശുദ്ധവാക്യത്തിൽ വിവരിച്ചത് പ്രകാരമാണ് ആകാശഭൂമികളുടെ വ്യവസ്ഥ സ്ഥാപിതമായിരിക്കുന്നത്. മനുഷ്യർ തെറ്റായി ചരിക്കുന്നത് മൂലം പ്രസ്തുത യാഥാർത്ഥ്യത്തിൽ അണുഅളവ് മാറ്റം സംഭവിക്കുന്നില്ല. പക്ഷേ അതിൽ വിശ്വസിക്കാനായി ബലപ്രയോഗം വഴി ജനങ്ങളെ നിർബന്ധിക്കുക എന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശ്യമല്ല. അത് സ്വമനസാലെ അംഗീകരിക്കുന്നവൻ വിജയം വരിക്കും. അതിൽ നിന്ന് മുഖം തിരിക്കുന്നവൻ നഷ്ടത്തിലകപ്പെടുകയും ചെയ്യും. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. ദീൻ സ്വീകരിക്കുന്നതിൽ ഒരുവിധ ബലപ്രയോഗവുമില്ല. സന്മാർഗം മിഥ്യാധാരണകളിൽ നിന്ന് വേർതിരിഞ്ഞ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർ ത്വാഊത്തിനെ നിഷേധിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അവൻ ബലിഷ്ഠമായ അവലംബപാശത്തിൽ പിടിച്ചിരിക്കുന്നു. അത് ഒരിക്കലും മറ്റുപോകുന്നതല്ല. അവൻ അവലംബമായി സ്വീകരിച്ച അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമത്രേ. ഇവിടെ ദീൻ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവെക്കുറിച്ച് ആയത്തുൽ കുർസിയിൽ വിവരിച്ച ആദർശവും തദടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയുമാണ്. ഇസ്ലാമാകുന്ന ആദർശപരവും ധാർമ്മികവും കർമ്മപരവുമായ ഈ വ്യവസ്ഥ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാവതല്ല. ഇത് ഒരാളുടെ തലയിൽ നിർബന്ധപൂർവം കെട്ടിവെക്കാവുന്ന സംഗതിയേ അല്ല. ത്വാഊത്ത് എന്ന വാക്ക് ഭാഷാർത്ഥത്തിൽ ന്യായമായ പരിധി അതിലംഘിക്കുന്ന ആരെക്കുറിച്ചും പറയാവുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ സാങ്കേതികാർത്ഥത്തിൽ ത്വാഊത്ത് കൊണ്ടുള്ള വിവക്ഷ അടിമത്ത പരിധി അതിലംഘിച്ച് ദിവ്യത്വവും യജമാനത്വവും സ്വയം നടിച്ച് ദൈവത്തിന്റെ സൃഷ്ടികളെ തന്റെ അടിമകളാക്കുന്ന സൃഷ്ടിയാണ്. ദൈവത്തിനെതിരിൽ അടിമയുടെ അനുസരണക്കേടിന് 3 പടികളുണ്ട്. ഒന്നാമത്തേത് അടിമ താത്വികമായി ദൈവത്തോടുള്ള വിധേയത്വം അംഗീകരിക്കുകയും പ്രയോഗത്തിൽ ദൈവവിധികൾ ലംഘിക്കുകയും ചെയ്യുക. ഇതിന്റെ പേര് ഫിസ്ക് എന്നാണ്. രണ്ടാമത്തേത്
ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്ന് താത്വികമായി വ്യതിചലിച്ച് സ്വയം അധികാരിയായി ചമയുകയോ ദൈവേതരന്മാരുടെ അടിമത്തം സ്വീകരിക്കുകയോ ചെയ്യുക. ഇത് കുഫറാണ്. മൂന്നാമത്തേത്, ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഭൂമിയിലും പ്രജകളിലും സ്വന്തം വിധികൾ നടപ്പാക്കാൻ ശ്രമിക്കുക. ഈ അവസാന പടിയിൽ എത്തിച്ചേരുന്ന അടിമയാണ് ത്വാഗൂത്ത്. ഈ ത്വാഗൂത്തിനെ നിരാകരിക്കാത്ത കാലത്തോളം ഒരാളും ശരിയായ അർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവനാവുകയില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു